ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് നിർമ്മലമായ പ്രകൃതിക്കായി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത്? ആറ്റുവക്കത്ത് ഒരു മരം മണ്ണിൽ വേരൂന്നി വിണ്ണിൽ പടർന്ന് ആഴത്തിൽ ജലം തേടി പന്തലിച്ചങ്ങനെ നിൽക്കുന്നു. മണ്ണിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് വളരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് പ്രാണവായു സ്വീകരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തി ആഹാരം നിർമ്മിക്കുന്നു. മറ്റുള്ളവർക്കായി കരുതി വയ്ക്കുന്നു. സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാണവായു പുറത്തുവിടുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ ഒരു മരത്തെക്കുറിച്ച് പറയുകയാണ് അല്ലേ? മരം എവിടെയാണ്? ആറ്റുവക്കത്ത് നിൽക്കുകയാണ്. വേര് എവിടെയാണ്? മണ്ണിലാണ്. അത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. മണ്ണിൽ നിന്ന് എന്താണ്? ജലവും ലവണവുമാണ് മരം വലിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് അത് വളരുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് പ്രാണവായു സ്വീകരിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അത് ശ്വസിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം നിർമ്മിക്കുന്നു. ആഹാരം നിർമ്മിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. മറ്റുള്ളവർക്കായി കരുതി വയ്ക്കുന്നു. നമ്മൾ ആഹാരത്തിന് സസ്യങ്ങളെ ആശ്രയിക്കാറില്ലേ? അപ്പോൾ എന്താണ്? മറ്റുള്ളവർക്കായി മരങ്ങൾ കരുതി വെക്കുന്നുണ്ടല്ലേ? അവർ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ആഹാരം അവർ പല ഭാഗങ്ങളിൽ സേവ് ചെയ്യുന്നുണ്ട്. സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാണവായു പുറത്തുവിടുന്നു. അപ്പോൾ അവർ ശ്വസിക്കാൻ വേണ്ടിയിട്ട് പ്രാണവായു സ്വീകരിച്ചു. അതിൽ കൂടുതൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് വിടുന്നുണ്ട്. ഓക്കെ, ഇവിടെ സസ്യം എന്താ ചെയ്തത്? വളരാൻ വേണ്ടിയിട്ട് ജലവും ലവണവും വലിച്ചെടുക്കുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാണവായു പുറത്തേക്ക് വിടുന്നുണ്ട്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി ആഹാരം കരുതി വെക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ജീവികളും അല്ലെങ്കിൽ മറ്റുള്ളവയും ഇതുപോലെയാണോ? സസ്യത്തെ പോലെയാണോ? നമുക്ക് നോക്കാം. നോക്കിക്കേ, മരത്തിന്റെ നിലനിൽപ്പിന് മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങൾ ആവശ്യമായിരുന്നു. മറ്റു ജീവജാലങ്ങൾ ഈ ഘടകങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? നോക്കിക്കേ, ഇവിടെ ഒരു പട്ടിക കാണിച്ചിട്ടുണ്ട്. ജീവി, മത്സ്യങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, ജലസസ്യങ്ങൾ, മനുഷ്യർ. അതുപോലെ തന്നെ വായു, മണ്ണ്, ജലം എന്നിവ ഈ ജീവികൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു? നോക്കിക്കേ, മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എവിടെ നിന്നാണ്? ജലത്തിലെ വായുവാണ് ശ്വസിക്കുന്നത്. മണ്ണ്, ജലാശയങ്ങൾ നിലനിൽക്കുന്നത് എവിടെയാണ്? മണ്ണിലാണ്. ജലത്തിൽ ജീവിക്കുന്നു. ജലത്തിന്റെ പ്രാധാന്യം എന്താണ്? ജലത്തിലാണ് മത്സ്യങ്ങൾ ജീവിക്കുന്നത്. ഇനി പക്ഷികൾ എന്താ ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിന്നാണ് വായു ശ്വസിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ വാസ്തലം എന്ന് പറയുന്നത് എവിടെയാണ്? വാസ്തലം നിലനിൽക്കുന്നത് മണ്ണിലാണ്. പിന്നെന്താണ്? ജലം അവരെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പ്രാണികൾ ശ്വസിക്കുന്നത് എവിടെ നിന്നാണ്? അന്തരീക്ഷത്തിൽ നിന്നാണ്. വായു ശ്വസിക്കുന്നു. വാസ്തലം നിലനിൽക്കുന്നത് എവിടെയാണ്? മണ്ണിലാണ്. അവരും ജലം കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലസസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? അന്തരീക്ഷത്തിലെ വായു അല്ലെങ്കിൽ ജലത്തിലടങ്ങിയിരിക്കുന്ന വായു അവര് ശ്വസിക്കുന്നു. മണ്ണ്, ജലാശയം എന്ന് പറയുന്നത് എവിടെയാണ്? ആ മണ്ണിലാണ് നിലനിൽക്കുന്നത്. ജലത്തില് അവര് വസിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? ജലസസ്യങ്ങൾ പറഞ്ഞു. മനുഷ്യര് അന്തരീക്ഷത്തിലെ വായുവാണ് ശ്വസിക്കുന്നത് അല്ലേ? വായു ശ്വസിക്കുന്നു. വാസസ്ഥലം എവിടെയാണ്? മണ്ണിലാണ് അവരുടെ വാസസ്ഥലം. മനുഷ്യര് പല ആവശ്യങ്ങൾക്കായിട്ട് ജലം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? കുടിക്കാനും പിന്നെന്താണ്? കുളിക്കാനും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യര് എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. എന്താണ്? എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, ജലം എന്നീ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ സസ്യങ്ങൾക്കും ഒക്കെ എന്തോ ആവശ്യമാണ്? മണ്ണും വായുവും ജലവും അല്ലേ? അവർക്ക് അത് പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? മണ്ണിന്റെ പ്രത്യേകതയാണ് നോക്കുന്നത്. നോക്കിക്കേ, മണ്ണു നിരീക്ഷണം. നമ്മുടെ ചുറ്റുപാടും വിവിധ തരത്തിലുള്ള മണ്ണുകളുണ്ട്. എല്ലാ മണ്ണും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല.
ഓരോ പ്രദേശത്തെയും മണ്ണിന് ഓരോ പ്രത്യേകതകളുണ്ട്. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുകയാണ്. നമ്മൾ പല ഭാഗങ്ങളിലെ മണ്ണിനെ കുറിച്ച് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വയലിലേത്, തോട്ടത്തിലേത്, അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്തിലെ. വയലിലെ മണ്ണിന്റെ പ്രത്യേകത എന്തായിരിക്കും? വയലിലെ മണ്ണ് നല്ലതുപോലെ വെള്ളം കാണും അല്ലേ? പിന്നെ എങ്ങനെയാണ്? നല്ല കറുത്ത മണ്ണൊക്കെ ആയിരിക്കും. തോട്ടത്തിലെ എങ്ങനെയാണ്? തോട്ടത്തിലേത് ഈർപ്പം കാണും, എന്നാൽ ഹാർഡ് ഒന്നും ആയിരിക്കത്തില്ല അല്ലേ? നല്ല വായുസഞ്ചാരമുള്ള മണ്ണ് പോലെ ആയിരിക്കും തോട്ടത്തിലേത്. പിന്നെന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്തിൽ എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കുമ്പോൾ നല്ല പശ പോലെ അല്ലേ? ചുണ്ണാമ്പ് പോലെ. നമ്മൾ പറയും ചുണ്ണാമ്പ് മണ്ണ് പോലെ ആണെന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ അതുപോലെ ആയിരിക്കും ഈ മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്തെ മണ്ണ്. അപ്പോൾ മണ്ണില് എന്തൊക്കെയാണ്? നിറത്തിന്റെ വ്യത്യാസം കാണും, തരികളുടെ വലിപ്പത്തിൽ വ്യത്യാസം കാണും, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറൊക്കെ വ്യത്യാസമായിരിക്കും. നോക്കിക്കേ, ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. എന്താണ്? ഒരു ജാറില് പകുതിയോളം തോട്ടത്തിലെ മണ്ണെടുത്തിട്ട് എന്തോ ചെയ്യണം? നിറയെ വെള്ളം ഒഴിച്ച് ഒരു കമ്പ് ഉപയോഗിച്ച് കലക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ അതിനൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ അത് തെളിയാൻ വെക്കണം. മണ്ണിലെ വെള്ളം തെളിയുന്നത് വരെ നമ്മൾ നോക്കണം. നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? തോട്ടത്തിലെ മണ്ണായതുകൊണ്ട് അതിനകത്ത് എന്തൊക്കെ കാണാൻ സാധിക്കും? വലിയ തരികളും കാണാം, ജൈവാംശം കാണാം, ചെളിയും കാണാം അല്ലേ? താഴെ എന്ത് കാണാം? വലിയ തരികൾ അടിഞ്ഞു കിടക്കുന്ന കാണാം, ചെളി ഈ മധ്യഭാഗത്തിലായിട്ട് കാണാം. മുകളിൽ എന്താണ്? ജൈവാംശം കാണാൻ സാധിക്കും. ഓക്കെ, മണ്ണിലെ ഈർപ്പം നോക്കിക്കേ. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. എന്താണ്? മണ്ണിൽ ജലാംശമുണ്ടോ? നമുക്ക് മണ്ണിൽ ജലാംശമുണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടത്. അതിനെന്ത് ചെയ്യണം? മണ്ണ് ഒരു ബോയിലിംഗ് ട്യൂബിലെടുത്ത് ബോയിലിംഗ് ട്യൂബിന്റെ വായ്ഭാഗം അല്പം പഞ്ഞി കൊണ്ട് അടയ്ക്കണം. എന്നിട്ട് സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് കുറച്ച് സമയം ചൂടാക്കണം. തണുത്ത ശേഷം ബോയിലിംഗ് ട്യൂബിന്റെ ഉൾവശം നിരീക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ കാണുന്നത്? നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ജലബാഷ്പം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ വായ്ഭാഗത്ത് പഞ്ഞി വെച്ച് മൂടുന്നത് എന്തുകൊണ്ടാണ്? മണ്ണിൽ നിന്ന് വരുന്ന ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ പഞ്ഞി വായ്ഭാഗത്ത് വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ മണ്ണെടുത്ത് ഇതുപോലെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ജലബാഷ്പത്തിന്റെ അളവിലെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ജലാംശത്തിന്റെ അളവ് ഓരോ തരം മണ്ണിലും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നോക്കിക്കേ, മണ്ണിന്റെ ജലാകിരണ ശേഷി. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാടത്ത് നിന്ന് എടുത്ത മണ്ണ്, പറമ്പിലെ മണ്ണ്, മണൽ എന്നിവ വെവ്വേറെ എടുത്ത് നന്നായി ഉണക്കുക. ഒരു ഫിൽറ്റർ പേപ്പർ കോൺ ആകൃതിയിൽ മടക്കി ഫണലിൽ വെക്കുക. ഫണൽ ബീക്കറിൽ വയ്ക്കണം. ഒരു കപ്പിൽ പകുതിയോളം മണൽ അളന്നെടുത്ത് ഫണലിൽ ഇടുക. ഇതുപോലെ വെവ്വേറെ ബീക്കറും ഫണലും സജ്ജീകരിച്ച് പാടത്തെ മണ്ണും പറമ്പിലെ മണ്ണും അവയിൽ അളന്നിടുക. ഡ്രോപ്പർ ഉപയോഗിച്ച് 3 ഫണലിലും തുള്ളിത്തുള്ളിയായി ജലമൊഴിക്കൂ. മണ്ണ് എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ ജലം ഒഴിക്കണം. ഓരോന്നിലും ഒഴിക്കുന്ന ജലത്തുള്ളികളുടെ എണ്ണം രേഖപ്പെടുത്തണം. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? ഫണലിൽ നിന്ന് ബീക്കറിലേക്ക് ആദ്യ തുള്ളി ജലം വീഴുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്യണമെന്നാ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ആദ്യം ജലത്തുള്ളികൾ പുറത്തു വരുന്ന മണ്ണിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് ജലാകിരണ ശേഷി കുറവാണ്. നമുക്കറിയാം, മണലില് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ജലത്തെ ആഗിരണം ചെയ്യുമോ? ആഗിരണം ചെയ്യത്തില്ല. വെള്ളം വേഗം ഒഴുകി താഴേക്ക് വരും. നോക്കിക്കേ, ജൈവാംശം കൂടുതലുള്ള മണ്ണ് എങ്ങനെയായിരിക്കും? ഇരുണ്ട നിറമായിരിക്കും. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഇരുണ്ടതായിരിക്കും. ഈ മണ്ണിന് ജലാകിരണ ശേഷി കൂടുതലാണ്. ഓക്കെ, നോക്കിക്കേ, ഏതിനും മണ്ണിൽ നിന്നാണ് ആദ്യം വെള്ളം പുറത്തു വന്നത്? നമുക്കറിയാം, മണലിൽ നിന്നാണ് ആദ്യം വെള്ളം പുറത്തു വരുന്നത്. ഏത് മണ്ണാണ് ഏറ്റവും അധികം ജലം സംഭരിച്ചത്? ഏതായിരിക്കും? പാടത്തെ മണ്ണായിരിക്കും കൂടുതലും ജലം സംഭരിച്ചത്. ഓക്കെ, മണ്ണിലെ ജൈവാംശം. മണ്ണിലെത്തുന്ന ജൈവാവശിഷ്ടങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നോക്കിക്കേ, എന്താ സംഭവിക്കുന്നത്?
ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി ഇവ മണ്ണിൽ വിഘടിച്ച് ചേരുന്നു. ഇനി എന്താ ചോദിച്ചേക്കുന്നേ? മണ്ണിലെ ജൈവാംശം എങ്ങനെ തിരിച്ചറിയാം? അതിന് നമുക്കൊരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്, നമുക്കത് വായിക്കാം. അതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജൈവാംശം കൂടുതലുള്ള മണ്ണിന്റെ നിറം എന്തായിരിക്കും? ജൈവാംശം കൂടുതലുള്ള മണ്ണിന്റെ നിറം ഡാർക്ക് കളർ ആയിരിക്കും അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഈ മരത്തിന്റെ ഇലയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുമ്പോൾ അതിന്റെ കളർ എങ്ങനെയായിരിക്കും? നല്ല ഒരു കറുത്ത മണ്ണായിരിക്കും അല്ലേ? ഇനി നോക്കിക്കേ, ഒരേ സ്ഥലത്ത് നിന്ന് മേൽമണ്ണും അടിമണ്ണും എടുത്ത് പരിശോധിക്കൂ, നിറവ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? മേൽമണ്ണിന് നല്ലൊരു ഡാർക്ക് കളറായിരിക്കും, അടിമണ്ണിനേക്കാളും കുറച്ച് ഡാർക്ക് കളറായിരിക്കും, അടിമണ്ണിന് അതിനേക്കാൾ ഒരു ലൈറ്റ് കളറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് വായിച്ചു നോക്കാം. മണൽ, ചെമ്മണ്ണ്, മരങ്ങൾ നിറഞ്ഞ സ്ഥലത്തെ മണ്ണ് എന്നിവ എന്തോ ചെയ്യണം? ഒരേ അളവില് 3 ടെസ്റ്റ് ട്യൂബുകളിൽ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അല്പം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കണം. എന്താ സംഭവിക്കുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് കൂടുതലും പത വരുന്നത് കാണാം, പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നോക്കിക്കേ, ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കൂടുതൽ പതഞ്ഞ് പൊങ്ങിയത്? ജൈവാംശം ഏത് മണ്ണിലാണ് കൂടുതൽ? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഇത് വായിക്കുമ്പോൾ ഉത്തരം കിട്ടും. നോക്കിക്കേ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞ് പൊങ്ങുന്നത്. പതഞ്ഞു പൊങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് കൊണ്ടാണ് പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. അപ്പോൾ ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് എന്ത് സംഭവിക്കുന്നത്? പതഞ്ഞ് പൊങ്ങുന്നത്. അപ്പോൾ ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. അപ്പോൾ ഇവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ളത്? മരങ്ങൾ നിറഞ്ഞ സ്ഥലത്തെ മണ്ണായിരിക്കും ജൈവാംശം കൂടുതലുള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ, മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ എക്സ്പെരിമെന്റിലൂടെ കണ്ടു. അപ്പോൾ അതിന് എന്തൊക്കെയാണ് കാരണമാവുന്നത്? ജലലഭ്യത, അതുപോലെ തന്നെ ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിന്റെ അളവിലെ വ്യത്യാസം എന്നിവ എന്താണ് മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമാകുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് വ്രണങ്ങൾ വൃത്തിയാക്കുന്നതിന്, ഹൈഡ്രജൻ പെറോക്സൈഡ് വ്രണങ്ങൾ വൃത്തിയാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, വ്രണങ്ങൾ വൃത്തിയാക്കുന്നതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ഇത് വ്രണത്തിൽ ഒഴിക്കുമ്പോൾ വ്രണത്തിന്റെ പുറത്ത് പറ്റിയിരിക്കുന്ന അഴുക്കുകളും ജൈവാംശങ്ങളും പതിഞ്ഞു പൊങ്ങി പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇതോടൊപ്പം സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യവും കുറയുന്നു. ഓക്കെ, ജൈവസമ്പന്നമായ മേൽമണ്ണ് രൂപപ്പെടുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ്. ജൈവസമ്പന്നമായ മേൽമണ്ണ് രൂപപ്പെടുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ്. ജൈവസമ്പന്നം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സസ്യങ്ങളുടെയും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ അഴുകിച്ചേരുന്നുണ്ട് അല്ലേ? ഓക്കെ, മേൽമണ്ണ് ഏകദേശം 1 അടി കനത്തിൽ കാണപ്പെടുന്നു. മേൽമണ്ണ് എന്ന് പറയുന്നത് ഏകദേശം 1 അടി കനത്തിലാണ് കാണപ്പെടുന്നത്. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. അപ്പോൾ ജൈവാംശം കൂടുതലുള്ളത് എവിടെയാണ്? മേൽമണ്ണിലാണ്. അപ്പോൾ താഴേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ജൈവാംശം കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, നമുക്ക് മേൽമണ്ണ് പ്രധാനപ്പെട്ടതാണ്. മേൽമണ്ണിലാണ് ജൈവാംശം ഉള്ളത്. മേൽമണ്ണ് നഷ്ടപ്പെടാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? നോക്കി, ഈ ചിത്രത്തിൽ എന്താ കാണിച്ചേക്കുന്നത്? മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചേക്കുകയാണല്ലേ? അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമ്മൾ മേൽമണ്ണ് മഴയത്തൊക്കെ ഒഴുകിപ്പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മരങ്ങളൊന്നും മുറിച്ച് മാറ്റരുത്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, ഒരു മരം മുറിച്ചാൽ ഒരു 10 മരം വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, നോക്കിക്കേ, അടുത്ത് നോക്കിക്കേ, ജീവനുള്ള മണ്ണ്. ജീവികളുടെ നിലനിൽപ്പിന് ആധാരമാണ് മണ്ണ്. ജീവികളുടെ നിലനിൽപ്പിന് ആധാരമാണ് മണ്ണ്. മണ്ണില്ലാതെ പറ്റുമോ? ഇല്ല. എല്ലാ പ്രദേശങ്ങളിലെയും മണ്ണ് ഒരുപോലെയല്ല. മണ്ണിൽ വായു, ജലം, ധാതുക്കൾ, ജൈവ വസ്തുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകരണ ശേഷിയും കൂടുതലാണ്. അപ്പോൾ ഓർത്തു വെക്കണം, ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് യോജിച്ചത്. ആ മണ്ണിന് എന്താണ്? ജലാകരണ ശേഷി കൂടുതലാണ്. എന്നാൽ മണൽ മണ്ണിന് ജൈവാംശം കുറവായതിനാൽ ജലാകരണ ശേഷി കുറവാണ്. മണൽ മണ്ണിന്
എന്താണ്, ജൈവാംശം കുറവായതുകൊണ്ട് ജലാകരണ ശേഷിയും കുറവാണ്. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിൽ ഉണ്ട്. ഇവ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചാൽ, അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ചത്താൽ, അല്ലെങ്കിൽ മനുഷ്യര് മരിച്ചാൽ പോലും അത് വേഗം അഴുകി മണ്ണിലേക്ക് ചേരുന്ന എന്തുകൊണ്ടാണ്? ഇതുപോലെ ഫംഗസും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ അതൊക്കെ അതുപോലെ തന്നെ കിടക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇവ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. നോക്കിക്കേ, കൃഷിക്ക് യോജ്യമായ മണ്ണിലെ ഘടകങ്ങളാ പറഞ്ഞേക്കുന്നത്. ധാതുക്കൾ 45%, ജലം 25%, വായു 25%. ജലവും വായുവും തുല്യ അളവ് കണ്ടോ. പിന്നെ ജൈവവസ്തുക്കള് 5%. മഴക്കാലത്ത് ഈ ജൈവസമ്പന്നമായ മേൽമണ്ണ് മഴവെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? എങ്ങനെയുള്ള പ്രദേശത്ത് നിന്നാണ് മണ്ണ് ഒഴുകിപ്പോകുന്നത്? നമുക്കറിയാം, മരങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ സസ്യങ്ങളൊന്നും നിൽക്കാത്ത പ്രദേശത്ത് നിന്നായിരിക്കും മണ്ണ് ഒഴുകിപ്പോകുന്നത്. മരങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മരങ്ങൾ വേരുകൊണ്ട് എന്ത് ചെയ്യും? മേൽമണ്ണ് അവിടെ തടഞ്ഞു നിർത്തും. അപ്പോൾ മേൽമണ്ണ് ഒഴുകി പോവത്തില്ല. ഓക്കെ, മണ്ണൊലിപ്പ്, സോയിൽ ഇറോഷൻ. നോക്കിക്കേ, മണ്ണൊലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണൊലിപ്പ് എന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ പ്രശ്നം അതീവ രൂക്ഷമാകുന്നു. നദികൾ, അരുവികൾ എന്നിവയുടെ ഒഴുക്കുമൂലം സ്വാഭാവികമായും കരപ്രദേശത്തെ മണ്ണ് സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ ഫലമായും മണ്ണൊലിപ്പ് നടക്കുന്നുണ്ട്. മഴക്കാലത്താണ് മണ്ണൊലിപ്പ് കൂടുതലായി ഉണ്ടാകുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒഴുകിപ്പോവാതെ പിടിച്ചു നിർത്തുന്നു. മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്ത് മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. ചരിഞ്ഞ പ്രദേശങ്ങളും മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മൺകൂന നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സൈഡിൽ കുറച്ച് പുല്ലുകൾ വെച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഒരു സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കപ്പിൽ എടുത്തൊഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മണ്ണ്, അതായത് ഇവിടെ ബി എന്ന് പേര് കൊടുക്കാം, ഇവിടെ എ എന്ന് പേര് കൊടുക്കാം. എ പ്രദേശത്ത് എന്തെങ്കിലും സംഭവിക്കും? മണ്ണ് ഒഴുകി പോകത്തില്ല, ഒരു പരിധി വരെ പോകത്തില്ല, കാരണം അവിടെ സസ്യങ്ങൾ നിൽപ്പുണ്ട്. എന്നാൽ ബി പ്രദേശത്ത് നിന്ന് മണ്ണ് ഒരുപാട് ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കാറ്റും മഴയും അവയുടെ തീവ്രത വർദ്ധിക്കുമ്പോൾ മണ്ണൊലിപ്പിന്റെ തീവ്രത വർദ്ധിക്കുന്നു. വനനശീകരണം അല്ലെങ്കിൽ സസ്യങ്ങൾ നശിക്കുന്നത് മണ്ണൊലിപ്പിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ മറ്റ് ഇടപെടലും എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണൊലിപ്പിന് കാരണമാകുന്നുണ്ട്. കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കുന്നത് മണ്ണിലെ സ്വാഭാവികതയ്ക്ക് വ്യത്യാസം വരുത്തി മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുന്നു. ഓക്കെ, അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒരു പ്രദേശത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുന്നു. ഇതുമൂലം അവിടുത്തെ ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ തകരുന്നു. ജൈവ വൈവിധ്യ ശോഷണത്തിന് ഏറ്റവും പ്രധാന കാരണം എന്താണ്? മണ്ണൊലിപ്പാണ്. വളക്കൂറുള്ള മേൽമണ്ണ് ഒലിച്ചു പോകുന്നത് ഭക്ഷ്യോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മണ്ണൊലിപ്പ് തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മഴത്തുള്ളികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ വേഗത സസ്യങ്ങൾ കുറയ്ക്കുന്നു. കാറ്റിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുന്നു. കൂടാതെ അവയുടെ വേരുകൾ ഒരു ആവരണമായി മണ്ണിനുള്ളിലും മണ്ണിനു പുറത്തും കാണപ്പെട്ട് ജലത്തിന്റെ ഒഴുക്കിനെ എന്തോ ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. പിന്നീട് എന്താ ചെയ്യേണ്ടത്? തടയണകൾ, ബണ്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഒഴുക്കിന്റെ വേഗത കുറയ്ക്കുക. ജൈവവേലികൾ നിർമ്മിക്കുക. വനസംരക്ഷണം, സാമൂഹ്യ വനവൽക്കരണം എന്നിവ നടപ്പാക്കുക. ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്നിടിക്കുന്നത് ഒഴിവാക്കുക. ഇപ്പൊ എല്ലാവരും എന്താണ്, യന്ത്രങ്ങൾ ഉപയോഗിച്ചല്ലേ കുന്നിടിക്കുന്നത്? പെട്ടെന്ന് മനുഷ്യരുടെ ജോലി കഴിയും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എന്തോ ചെയ്യണം? ഒഴിവാക്കണം. വേഗത്തിൽ ഒഴുകിപ്പോകുന്ന ജലത്തിന്റെ വേഗത കുറയ്ക്കാൻ താൽക്കാലികമായി തടികളോ മരച്ചില്ലകളോ ഇടുക. ചരിഞ്ഞ പ്രദേശങ്ങൾ
തട്ടുകളാക്കി തിരിക്കുക. അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ചരിഞ്ഞ പ്രദേശം എന്ത് ചെയ്യണം? തട്ടുകളായിട്ട് തിരിക്കണം. ഓക്കെ. മണ്ണിനും വേണ്ടാത്തത്. ഉപയോഗിച്ച ശേഷം പല വസ്തുക്കളും നാം മണ്ണിലേക്ക് വലിച്ചെറിയാറില്ലേ? ഒരു മിഠായി കഴിച്ചാൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ കടലാസ് എടുത്ത് നമ്മൾ മണ്ണിലേക്കാണ് എറിയുന്നത്. അപ്പോൾ ഇവയിൽ ചിലത് എന്ത് ചെയ്യുന്നുണ്ട്? ചില വസ്തുക്കൾ മണ്ണിൽ വിഘടിച്ച് ചേരും, ചിലത് എന്താണ്? വിഘടിച്ച് ചേരാത്ത വസ്തുക്കളും ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നു. ഇത്തരത്തിൽ മണ്ണിന് ദോഷമുണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങളും മനുഷ്യർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? വ്യവസായികമായി ഉണ്ടാകുന്ന ഖരദ്രവ മാലിന്യങ്ങൾ മണ്ണിൽ നിക്ഷേപിക്കുന്നുണ്ട്. ആസിഡ് മഴ മണ്ണിലെത്തുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നുണ്ട്. അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ, രാസ കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവയുടെ ഉപയോഗം, ഗാർഹിക മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? വീട്ടിലെ മാലിന്യങ്ങളൊക്കെ സ്വന്തം പറമ്പിലിടാതെ റോഡിലൊക്കെ കൊണ്ടിടാറില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മുടെ സ്വന്തം പറമ്പിലിട്ടില്ലെങ്കിലും ഭൂമി എന്ന് പറയുന്നത് നമ്മുടേതല്ലേ? അപ്പോൾ നമ്മുടെ ഭൂമിയെ നമ്മൾ മറ്റൊരാളുടെ പറമ്പിൽ കൊണ്ടിട്ടാലും റോഡിൽ കൊണ്ടിട്ടാലും നമ്മൾ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അശാസ്ത്രീയമായ വളപ്രയോഗം, അതുപോലെ തന്നെ അണുവികിരണ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ മണ്ണിൽ എത്തുന്നത്, നഗരവൽക്കരണം, സിമന്റിന്റെ ഉപയോഗം, ഇലക്ട്രോണിക് മാലിന്യങ്ങളൊക്കെ മണ്ണിൽ ചേരുവോ? ചേരത്തില്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തുന്നത് മൂലമുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ മണ്ണിൽ നിക്ഷേപിക്കുന്നത്, മലിനജലം മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നത്. ഇതൊക്കെ എന്താണ്? നമ്മുടെ മണ്ണിന് ദോഷകരമായ കാര്യങ്ങളാണ്. പ്ലാസ്റ്റിക് വിഘടനത്തിന് വിധേയമാവുന്നില്ല. അത് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. രാസകീടനാശിനികൾ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെ മാത്രമല്ല, ഉപദ്രവകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്നു. രാസവളങ്ങൾ മണ്ണിലെ ചില ഘടകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. മണ്ണിരയുടെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും നാശത്തിന് രാസവസ്തുക്കൾ കാരണമാകുന്നു. ഓക്കെ. കഴിവതും നമ്മൾ രാസകീടനാശിനികൾ പ്രയോഗിക്കാതെ ഇരിക്കണം. അത് മണ്ണിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഗുണമുണ്ടാകുന്നുണ്ട്, എന്നിരുന്നാലും അത് എന്താണ്? വിഷമാണ്. ഓക്കെ. മണ്ണ് മലിനീകരണം, പ്രത്യാഘാതങ്ങൾ. മണ്ണ് മലിനീകരണം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. മണ്ണിന്റെ സ്വാഭാവിക ഘടന നശിക്കുന്നു. ലെഡ്, ക്രോമിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ മണ്ണിൽ കലരുന്നത് രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. രാസകീടനാശിനികൾ മണ്ണിൽ കലരുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. മണ്ണിലെ മാലിന്യ നിക്ഷേപം സാംക്രമിക രോഗങ്ങൾക്കും കൂടാതെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകുന്നു. മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന മീഥേൻ വാതകം ആഗോളതാപനത്തിന് കാരണമാകുന്നു. ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നു. മണ്ണിന്റെ ഫലഭൂഷ്ടി നശിപ്പിക്കുന്നു. മണ്ണിലുള്ള വിഷമയമായ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. നമ്മുടെ പരിസരം മാലിന്യമുക്തമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കണം. ജൈവ മാലിന്യം ഉപയോഗിച്ച് കമ്പോസ്റ്റ് വളം നിർമ്മിക്കണം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്തോ ചെയ്യണം? നിയന്ത്രിക്കണം. അത് വീണ്ടും ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാനൊക്കെ വരത്തില്ലേ പഞ്ചായത്തിൽ നിന്ന്? അങ്ങനെ ചെയ്താലും മതി. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുകയോ അല്ലെങ്കിൽ വലിച്ചെറിയുകയോ ഒന്നും ചെയ്യരുത്. ഓക്കെ. ആകുല മാമൊരഴുക്കുചാലായി. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ തോട്ടിലെ വെള്ളമാണ് കുളിച്ചിരുന്നത്. ഇതായി തോട് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? എല്ലാ കാലത്തും ഇത് ജലസമൃദ്ധമായിരുന്നു. കുടിക്കാനൊഴികെ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം ഇതിലെ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ക്രമേണ വീടുകളുടെ എണ്ണം കൂടി. അതിനനുസരിച്ച് ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളും വർദ്ധിച്ചു. അവിടെ നിന്നെല്ലാം അല്പാൽപമായി മലിനജലവും മറ്റ് മാലിന്യങ്ങളും തോട്ടിലെത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാലിന്യങ്ങൾ വർദ്ധിച്ചു വന്നു. ഇന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എല്ലാ മാലിന്യങ്ങളും ഈ തോട്ടിൽ കൊണ്ടിടുന്നു. മാലിന്യങ്ങളും അഴുക്കുജലവും നിറഞ്ഞ് ദുർഗന്ധം പരത്തുന്ന ഒരു അഴുക്കുചാലായി ഇത് മാറി. എന്നെങ്കിലും ഈ തോടിന്
ആ പഴയ കാലം തിരിച്ച് കിട്ടുമോ? ഇപ്പം എല്ലാവരും എന്താ ചെയ്യുന്നത്? എന്താ ഒരു അപ്പൂപ്പൻ പറയുന്ന കാര്യമാണ് അല്ലേ? ഇപ്പം നമ്മുടെ ചുറ്റിനും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. തോട്ടിലും അതുപോലെ തന്നെ നദികളിലെല്ലാം എന്ത് ചെയ്യുകയാണ്? എല്ലാവരും വീടുകളിലെ മാലിന്യം കൊണ്ട് അല്ലെങ്കിൽ ഹോട്ടലുകളിലെ മാലിന്യങ്ങളൊക്കെ കൊണ്ട് തട്ടുകയോ ചെയ്യുന്നതല്ലേ? അങ്ങനെ ചെയ്യരുത്. ഓക്കെ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. മാലിന്യങ്ങൾ മണ്ണിൽ മാത്രമാണോ എത്തുന്നത്? നോക്കിക്കേ, നിങ്ങളുടെ പ്രദേശത്തുള്ള കുളം, പുഴ, തോട് തുടങ്ങിയ ജലാശയങ്ങൾ മലിനമായി കിടക്കുന്നുണ്ടോ? ഏതെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങൾ അവയിൽ എത്തുന്നുണ്ട്? നോക്കിക്കേ ചിത്രം. നോക്കിക്കേ, ഈ ചിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വ്യവസായശാലകളിൽ നിന്നും ഓടയിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിലെ ആയാലും മാലിന്യങ്ങളെല്ലാം നമ്മൾ നദിയിലേക്കാണ് കൊണ്ട് കളയുന്നത്. കണ്ടോ, കുപ്പിയും അതുപോലെ തന്നെ പാട്ടയൊക്കെ അതിനകത്ത് കിടക്കുകയാണ്. പിന്നെ വാഹനങ്ങൾ അതിൽ നദിയിലിറക്കി കഴുകുന്നത്, അതുപോലെ തന്നെ പശുവിനെയൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ നദി ചീത്തയാകാൻ കാരണങ്ങളാണ്. ഓക്കെ. നോക്കിക്കേ, ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ജലത്തിൽ അളവിൽ കൂടുതൽ ജൈവ ഘടകങ്ങൾ കാണപ്പെടുന്നത്, ഈ കോളിഫോം ബാക്ടീരിയകൾ കാണപ്പെടുന്നത്, രാസവളങ്ങളുടെ അതായത് കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, കാർബണേറ്റുകൾ തുടങ്ങിയവ രാസഘടകങ്ങളുടെ അളവ് കൂടുന്നത്, ഘനലോഹങ്ങളുടെ സാന്നിധ്യം, അത് ഏതൊക്കെയാണ്? ലെഡ്, ക്രോമിയം, മെർക്കുറി, ആർസനിക്, കാഡ്മിയം എന്നിവയുടെ സാന്നിധ്യം, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ഖരദ്രവ മാലിന്യങ്ങൾ ജലാശയത്തിൽ എത്തുന്നത്, അന്തരീക്ഷവായുവിൽ തങ്ങി നിൽക്കുന്ന മാലിന്യങ്ങൾ മഴവെള്ളത്തിലൂടെ ജലാശയങ്ങളിൽ എത്തുന്നത്, അതുപോലെ തന്നെ ആസിഡ് മഴ, നഗരമാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നവയും ശേഖരിക്കപ്പെട്ട കെട്ടിക്കിടക്കുന്നവയും, അശാസ്ത്രീയമായ വള കീടനാശിനി പ്രയോഗം, കക്കൂസ് മാലിന്യങ്ങൾ, ടാങ്കിൽ അല്ലെങ്കിൽ പിറ്റുകളിൽ ശേഖരിക്കപ്പെട്ടവ മണ്ണിനടിയിലൂടെ ജലസ്രോതസ്സുകളിൽ എത്തുന്നത്, വിസർജ്യങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ ജലാശയങ്ങളിൽ തള്ളുന്നത്. ഇതൊക്കെ ജലം മലിനമാകാനുള്ള സാഹചര്യങ്ങളാണ്. ജലം മലിനമാകുന്നത് മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? മലിനജലം കലരുന്നത് ജലസ്രോതസ്സിനെ ഉപയോഗശൂന്യമാക്കുന്നു. ആ ജലം പിന്നീട് ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല, അത് ഒരു തരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോവുകയാണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ജലത്തിലെ രോഗാണുക്കളുടെ സാന്നിധ്യം ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്നു. നമ്മളിപ്പോൾ കുംഭമേള നടന്നപ്പോൾ കണ്ടില്ലേ, അവിടെ എന്താണ് ഹ്യൂമൻ്റെയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെയൊക്കെ എക്സ്ക്രീഷൻ കലർന്ന കോളിഫോം ബാക്ടീരിയ ഉണ്ടായെന്നൊക്കെ അല്ലേ? നിശ്ചിത അളവിൽ കൂടുതൽ രാസവസ്തുക്കൾ ജലത്തിൽ കാണപ്പെടുന്നത് ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ, നാഡീവ്യൂഹ രോഗങ്ങൾ, ബലക്ഷയം എന്നിവയ്ക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ വൈകല്യങ്ങളുള്ള കുട്ടികൾ ജനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നദിയെ സംരക്ഷിക്കണം. നദിയിലേക്ക് മാലിന്യങ്ങളോ മറ്റു സാധനങ്ങളോ ഒന്നും തള്ളാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ. പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാ അതിന്? ശാസ്ത്രീയമായ ഖരദ്രവ മാലിന്യ സംസ്കരണം, ഉറവിട മാലിന്യ സംസ്കരണം, മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് ആവശ്യമായ മാറ്റം ജീവിതശൈലിയിൽ വരുത്തുക, കക്കൂസ് മാലിന്യങ്ങളും മറ്റും ജലാശയങ്ങളെ തള്ളാതിരിക്കുക, രാസവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, കക്കൂസ് ടാങ്കും കിണറും തമ്മിൽ 15 മീറ്ററെങ്കിലും അകലം പാലിക്കുക, അഴുക്കുവെള്ളം ശാസ്ത്രീയമായി സംസ്കരിച്ച് കൃഷിക്ക് ഉപയോഗിക്കുക, ശുദ്ധീകരണം നടത്തി ജലം പുനരുപയോഗിക്കുക. ഓക്കെ. അടുത്ത് നോക്കിക്കേ, നമുക്ക് ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവെന്ന് പറയുന്നത് ഭൂമിയിലെ ആകെ ജലത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഇനി നോക്കിക്കേ, ഇവിടെ ജലസ്രോതസ്സും ശതമാനവും കാണിച്ചിട്ടുണ്ട്. സമുദ്രജലം 96.5, മഞ്ഞുപാളി 1.73, ഭൂഗർഭജലം 1.69, അന്തരീക്ഷം 0.001, തടാകം 0.001, മറ്റുള്ളവ 0.078. ഓക്കെ. നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നത് എവിടെ നിന്നാ? നമുക്ക് കിണറിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, അതുപോലെ കുളം, പിന്നെ ഉറവയൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ജലം കുടിക്കാൻ വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, കുടിവെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അതൊന്നും എന്തല്ല, പ്യുവർ അല്ലല്ലേ. ഓക്കെ. ഇനി നോക്കിക്കേ, ജലത്തിന്റെ ഗുണനിലവാരം. ജലത്തിന്റെ ഗുണനിലവാരം അത് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത് കുടിവെള്ളത്തിനാണ്. ജലത്തിൽ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, ആലയ മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ജലത്തിന്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. ശുദ്ധമായ ജലത്തിന്
നിർവീര്യ സ്വഭാവമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7 ആണ്. അത് പഠിച്ചു വെക്കണം. കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് 6.5 മുതൽ 7.5 വരെ pH ഉള്ള വെള്ളമാണ്. ഓക്കെ, നോക്കിക്കേ, കുടിവെള്ളം മലിനമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ശുദ്ധീകരിക്കാൻ സാധിക്കും? ചിരട്ടക്കരി ഉപയോഗിച്ച് വെള്ളത്തിലെ നൈട്രേറ്റ്, കീടനാശിനികൾ എന്നിവ ഒരളവ് വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷ്ണതുളസിയുടെ ഇല, തണ്ട് എന്നിവ ചതച്ച് നീരാക്കി വെള്ളത്തിൽ ഒഴിക്കുന്നത് കോളിഫോർ ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും. പിന്നീട് പറയുന്നത് എന്താണ്? ഔഷധ സസ്യങ്ങൾ, അതായത് നെല്ലിക്ക, പതിമുഖം, ജാതിക്ക, ചുക്ക്, ശതാവരി എന്നിവ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ വെള്ളത്തിന്റെ നിറം, ഗന്ധം, കാഠിന്യം എന്നിവ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാൻ ഇടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്. വിസർജ്യ വസ്തുക്കളും മറ്റും മാലിന്യങ്ങളും കുടിവെള്ളത്തിൽ കലരുന്നതാണ് കുടിവെള്ള മലിനീകരണത്തിന് പ്രധാന കാരണം. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന ഈകോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഡയേറി എന്ന രോഗത്തിന് കാരണമാവുന്നു. ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം തുടങ്ങിയവ കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റ് രോഗങ്ങളാണ്. ഓക്കെ, നോക്കിക്കേ, ജലശുദ്ധീകരണം. ഇവിടെ ജലശുദ്ധീകരണം ചെയ്യുന്ന ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യം ഒരു കുടത്തിൽ എന്താ വെക്കേണ്ടത്? ചരൽ വെക്കണം, പിന്നെ മണൽ വെക്കണം, അതിനുശേഷം കരി. അപ്പോൾ ഇങ്ങനെ ജലം എന്ത് ചെയ്യും? അരിക്കപ്പെട്ട് ലാസ്റ്റിൽ ഒരു പാത്രത്തിൽ നമ്മൾ ശേഖരിക്കണം. അത് എന്തായിരിക്കും? ശുദ്ധജലമായിരിക്കും. അപ്പോൾ ചരല്, മണല്, പിന്നെ കരി. ലാസ്റ്റിലാണ് കരി വെക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റിൽ ശേഖരിക്കപ്പെടുന്ന ജലം എന്ന് പറയുന്നത് ശുദ്ധജലമായിരിക്കും. ജലം അമൂല്യമാണ്, അത് മലിനമാക്കരുത്. നമുക്ക് ഇനിയും ആധുനിക രീതിയിൽ ജലം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ജലശുദ്ധീകരണശാല. ഇവിടെ എന്താണ്? വാട്ടർ പ്യൂരിഫൈ ചെയ്യുകയാണ് അല്ലേ? അതിൻ്റെ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഘട്ടങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം. നോക്കിക്കേ, ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രധാന പ്രവർത്തന ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏതാണ്? എയറേഷൻ ആണ്. എന്താ എയറേഷൻ എന്ന് പറഞ്ഞാൽ? ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതുമൂലം ജലത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. അടുത്ത ഘട്ടം ഏതാണ്? കൊയാഗുലേഷൻ ആണ്. ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. ഇതിനുവേണ്ടി ആലം ചേർക്കുന്നു. ആലം ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജലത്തിന്റെ pH മൂല്യം കുറയുന്നു. pH ക്രമീകരിക്കുന്നതിനായി എന്താ ചേർക്കുന്നത്? കുമ്മായം ചേർക്കുന്നു. അടുത്തത് ക്ലാരിഫ്ലോക്കുലേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽട്ടറിലേക്ക് വിടുന്നു. അടുത്തത് ഫിൽട്രേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടറിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽട്ടർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ക്ലോറിനേഷൻ. ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. ഓക്കെ, ഇനിയും സംഭരണം. എന്താണ്? ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ് ജലം ശുദ്ധീകരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ശുദ്ധീകരിച്ച ജലമാണ് നമുക്ക് പൊതു ടാപ്പുകളിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളം എന്ത് ചെയ്യണം? കുടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. കുടിവെള്ളം കുടിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി എന്താ പറയുന്നത്? വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജല ശുദ്ധീകരണത്തിനായി ഫിൽട്ടർ യൂണിറ്റും അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിടുന്നതിനുമുള്ള സംവിധാനങ്ങളും ഉണ്ട്. ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരമാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മലിനമാകുന്ന വായു. മണ്ണ്, ജലം എന്നിവപോലെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് വായു. പ്രാണവായു ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. നോക്കിക്കേ, അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? നമുക്ക് ഈ ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അല്ലെ, 78% ഉണ്ട്. ഓക്സിജൻ 20.9%. കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ആണ്. മറ്റുള്ളവ 1.07% ആണ്. ഈ ഘടകങ്ങളിൽ ഏതിൻ്റെയെങ്കിലും അളവ് കൂടുകയോ കുറയുകയോ ചെയ്താലോ നമ്മുടെ അന്തരീക്ഷത്തിന്റെ സന്തുലിതാവസ്ഥ മാറും അല്ലേ? നമ്മുടെ വായു എന്താകും? മലിനമാവുകയൊക്കെ ചെയ്യും. നോക്കിക്കേ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങളും മറ്റ് രാസവസ്തുക്കളും കലർന്ന പുകയും വായുവിലെത്തുന്നു. ഇത് അന്തരീക്ഷ വായുവിനെ എങ്ങനെ ബാധിക്കുന്നത്? അത് അന്തരീക്ഷം മലിനമാവുകയും നമുക്ക് ശുദ്ധവായു ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. നോക്കിക്കേ, അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യവസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വായു മലിനമായി എന്ന് പറയാം. കൂടിയ തോതിലുള്ള വായു മലിനീകരണം എന്ത് സംഭവിക്കുന്നുണ്ട്?
ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഓക്കെ, നോക്കിക്കേ, വായു മലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാ? വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നുണ്ട് അല്ലേ? മലിനജലം അല്ലെങ്കിൽ നഗര മാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങൾ, കാറ്റ് മൂലം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നത്, വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഇന്ധനങ്ങളുടെ അപൂർവ ജ്വലനം, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയുടെ അശാസ്ത്രീയമായ ജ്വലനം, ഖനന പ്രവർത്തനങ്ങൾ, ലോഹകണികകൾ അന്തരീക്ഷത്തിൽ എത്തുന്നത്, രാസവസ്തുക്കളുടെ പ്രയോഗം, ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് കത്തുന്നത്, ഇതൊക്കെ എന്താണ്? വായു മലിനമാകുന്ന സാഹചര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, വാതകങ്ങളും സ്രോതസ്സും ദൂഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാർബൺ മോണോക്സൈഡ് സ്രോതസ് എന്താണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാൻ കാരണം. ദൂഷ്യവശം എന്താണ്? ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അപ്പോൾ രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറയ്ക്കുന്നു. ഓക്കെ, അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് സ്രോതസ് എന്താണ്? വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അത് ആഗോള താപനത്തിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന് പറയുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ് ഫാക്ടറികളിൽ നിന്നാണ് വരുന്നത്. അത് കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനിയും നൈട്രജന്റെ ഓക്സൈഡുകൾ വാഹനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നാണ് നൈട്രജന്റെ ഓക്സൈഡുകൾ രൂപം കൊള്ളുന്നത്. അത് അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. വളരുന്ന നഗരം, നോക്കിക്കേ, ഇവിടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് നോക്കാം. ചിത്രത്തിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അല്ലേ? വാഹനങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ എണ്ണവും പിന്നെന്താണ് റോഡ് വികസനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? നോക്കാം എന്താ പറയാനുള്ളത് ഇവർക്ക്. ആദ്യം പറയുന്നത് എന്താണ്? ട്രാഫിക് പോലീസ് പറയുവാണ്. നോക്കാം. കഴിഞ്ഞ 5 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഓരോ ദിവസവും വാഹനങ്ങൾ കൂടി വരികയാണ്. വായു മലിനീകരണവും കൂടുന്നു. എനിക്ക് പലപ്പോഴും ശക്തമായ ചുമ ഉണ്ടാവാറുണ്ട്. ഡോക്ടർ പറഞ്ഞത് വാഹനങ്ങളിലെ പുക ഞാൻ വല്ലാതെ ശ്വസിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ്. അപ്പോൾ വാഹനങ്ങളിലെ പുക ശ്വസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ചുമയുണ്ടാകുകയാണ്. മാത്രമല്ല എന്താണ്, വായു മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ്? വാഹനങ്ങൾ കൂടി വരികയാണ്. വാഹനങ്ങളുടെ പുക കാരണം വായു മലിനീകരണം ഉണ്ടാവുകയാണ്. ഇനിയും അടുത്ത ആളെന്താ പറയുന്നേ? മറ്റ് നഗരങ്ങളിൽ ഇല്ലാത്ത പല സൗകര്യങ്ങളും ഇവിടെയുണ്ട്. പാചക ഗ്യാസ് പൈപ്പിലൂടെ നേരിട്ട് വരുന്നു. ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കാൻ കാത്തു നിൽക്കേണ്ടതില്ല. അരിയും പച്ചക്കറികളും എല്ലാം ലഭിക്കുന്ന വലിയ കടകളുണ്ട്. ഒരമ്മ പറയുകയാണ് അല്ലേ? അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കേണ്ട, പൈപ്പിലൂടെയാണ് ഗ്യാസ് വരുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. മന്ത്ലി എന്താണ് ബില്ലായിട്ടായിരിക്കും ചെല്ലുന്നത്. അതുകൊണ്ട് അവർക്ക് ഗ്യാസ് സിലിണ്ടർ ഒന്നും നിറയ്ക്കേണ്ട. അവർക്ക് നഗരത്തിൽ താമസിക്കുന്നത് നല്ല കാര്യമാണെന്നാണ് അവർ പറയുന്നത്. അടുത്ത ആൾ എന്താ പറയുന്നത്? ഈ നഗരത്തെ സേവിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് വളരെ വിഷമം പിടിച്ച ജോലി തന്നെ. ഓരോ വർഷവും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂട്ടാനാകുന്നില്ല. എല്ലാ നഗരവാസികൾക്കും വിതരണം ചെയ്യാൻ എവിടെ നിന്നാണ് ശുദ്ധജലം ലഭിക്കുക? ജനങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് തള്ളുക? തൽക്കാലം പ്രശ്നമില്ലെന്ന് ആളുകൾക്ക് തോന്നും, പക്ഷേ നാളെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താണ് ഓഫീസർ പറയുകയാണ്, അവിടെ എന്താ സംഭവിക്കുന്നത്? നഗരങ്ങളിൽ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എന്ത് വേണം? അവർക്ക് താമസിക്കാൻ ഇടം വേണം, അതുപോലെ തന്നെ ജലം വേണം. പിന്നെന്താണ്, അവര് മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് നിക്ഷേപിക്കാൻ ഇടം വേണ്ടേ? ഓക്കെ, അപ്പോൾ അത് ഒരു ദൂഷ്യവശമായിട്ട് പറയുകയാണ്. അപ്പൂപ്പൻ എന്താ പറയുന്നത്? ഈ നഗരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ വിചാരിക്കുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല നഗരമാണ് ഇതെന്നാണ്. അവർ പഴയ നഗരം കണ്ടിട്ടില്ല. പല ജലാശയങ്ങളും നികത്തിയാണ് അപ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിടങ്ങൾ നിർമ്മിക്കാനും റോഡുകൾ ഉണ്ടാക്കാനും മരങ്ങളെല്ലാം മുറിച്ചു. അപ്പോൾ അപ്പൂപ്പൻ പറയുന്നത് എന്താണ്? അവര് മരങ്ങളൊക്കെ മുറിച്ച് പിന്നെന്താണ് ജലാശയങ്ങളൊക്കെ നികത്തിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നഗരത്തെ അവര് വിചാരിക്കുന്ന എന്താണ്?
നല്ല നഗരമാണെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഈ നഗരം എന്ത് ചെയ്യുകയാണ്? മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ഭൂമി ഇവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നോക്കിക്കേ, ഈ നഗരം തികച്ചും അത്ഭുതാവഹം തന്നെ. ഇവിടുത്തെ ജീവിത നിലവാരം വളരെ ഉയർന്നതാണ്. ഇത്ര ഉയർന്ന ശമ്പളം മറ്റൊരിടത്ത് ലഭിക്കില്ല. പൊതുഗതാഗത സൗകര്യങ്ങൾ, ഷോപ്പിംഗ് സെന്ററുകൾ, സ്കൂളുകൾ, വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ എല്ലാം ഗംഭീരം തന്നെ. ഈ നഗരം ജീവൻ തുളുമ്പുന്നതാണ്. നമുക്കിത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നഗരത്തിന് ദൂഷ്യവശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നല്ല വശങ്ങളും ഉണ്ട് അല്ലേ? നമുക്ക് ജോലി സാധ്യതയുണ്ട്, പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ പാർക്കുകൾ, എല്ലാ കാര്യങ്ങളും ഒക്കെ നഗരത്തിൽ ലഭ്യമാണ്. എന്നാൽ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? കെട്ടിടങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരും, മാലിന്യങ്ങൾ കൂടുന്നുണ്ട്, ജലത്തിന് ബുദ്ധിമുട്ട്, ശുദ്ധജലത്തിന് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നഗരത്തിന് എന്താണ്? ദൂഷ്യവശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നല്ല വശങ്ങളും ഉണ്ട്. ഒരേ സ്ഥലത്ത് വസിക്കുന്ന പലതരക്കാരായ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ വായിച്ചത്. ഏത് സ്ഥലത്ത് താമസിക്കുന്ന ആളുകളും സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഓരോ സൗകര്യം വരുമ്പോഴും അതിൻ്റെ കൂടെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് മാലിന്യങ്ങളും വർദ്ധിച്ചു വരുന്നു. ജനസംഖ്യയൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ വാഹനങ്ങൾ പെരുകുന്നത് വായു മലിനീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട്. മണ്ണ്, ജലം എന്നിവയെ നമ്മൾ മലിനപ്പെടുത്തുകയാണ് അല്ലേ? അത് നമ്മൾ സംരക്ഷിക്കണം. മലിനമാകാത്ത മണ്ണ്, വായു, ജലം എന്നിവയെല്ലാം എല്ലാ ജീവികളുടെയും അവകാശമാണ്. വായു, ജലം, മണ്ണ് എന്നിവ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ വികസനം നടത്തണം. അത് നശിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ വികസനം നടത്തേണ്ടത്, അത് സംരക്ഷിച്ചുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം, പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തണം, മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ പാലിക്കണം, ഉണ്ടാകുന്നിടത്ത് തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കണം, ഇലക്ട്രോണിക് വസ്തുക്കളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗശേഷം വലിച്ചെറിയാതെ ഇരിക്കണം. ഓക്കെ, ഇതൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിക് വസ്തുക്കളൊന്നും എടുത്ത് മണ്ണിലേക്ക് എറിയരുത്. ഓക്കെ, മാലിന്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ പറമ്പല്ല എന്ന റോഡിൽ കൊണ്ടിട്ടേക്കാന്ന് കരുതി അങ്ങനെയും ചെയ്യരുത്. ഓക്കെ, നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.